ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫെർട്ടിലൈസേഷനെ കുറിച്ചാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഫീമെയിൽസിൻ്റെയും മെയിൽസിൻ്റെയും റീപ്രൊഡക്ടറി സ്ട്രക്ചർ, അതിൻ്റെ ഫങ്ഷനിങ് അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കണ്ടിട്ട് വേണം ഇത് കാണാൻ. ഓക്കെ, അപ്പം ഫെർട്ടിലൈസേഷൻ ആ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സ് എന്താണെന്നാണ് നമ്മൾ ഈ സെക്ഷനിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ നമുക്ക് ആദ്യം ഒന്ന് കാണാം. ഈസ് ഫെർട്ടിലൈസേഷൻ, എന്താണ് ഫെർട്ടിലൈസേഷൻ എന്ന് ചിലപ്പോൾ ഇനി ഒരു മാർക്കിനെങ്ങാനും ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഡെഫിനിഷൻ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. ഫെർട്ടിലൈസേഷൻ ഇൻ ദ കേസ് ഓഫ് ഹ്യൂമന്റെ കേസ് എടുക്കുവാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? റെഫേഴ്സ് ടു ഫ്യൂഷൻ ആണ്. എന്തിന്റെ ഫ്യൂഷൻ? മെയിലിന്റെയും ഫീമെയിലിന്റെയും ഗമേറ്റ്സിന്റെയും ഫ്യൂഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? അവിടെ സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ട് ഉണ്ടായിട്ട് ഒരു പുതിയ അടുത്ത ഇൻഡിവിഡുവൽ ഫോം ചെയ്തു വരും. സോ ദാറ്റ് ഈസ് ദ പ്രോസസ്. വാട്ട് ഈസ് ഫെർട്ടിലൈസേഷൻ? ഇറ്റ്സ് എ ഫ്യൂഷൻ ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലുള്ള? മെയിൽ ഫീമെയിൽ ഗമേറ്റ്സ്, എഗ് ആൻഡ് സ്പേം, അതാണല്ലോ ഗമേറ്റ്സ്. അത് രണ്ടുകൂടെ ഫ്യൂസ് ചെയ്യും, സൈഗോട്ട് ഉണ്ടാവും. ആൻഡ് ദ സൈഗോട്ട് ലേറ്റർ പിന്നീട് ഡെവലപ്പ് ചെയ്ത് ഒരു ന്യൂ ഓർഗാനിസം അല്ലെങ്കിൽ ഇൻഡിവിഡ്വൽ ഉണ്ടാവും. ദാറ്റ് ഈസ് ഫെർട്ടിലൈസേഷൻ. മനസ്സിലാവാത്ത അവരാരും കാണത്തില്ലല്ലോ അല്ലെ? ഓക്കെ, ഇനി എവിടെ വെച്ചാണ് ഈ ഫെർട്ടിലൈസേഷൻ? ഇപ്പൊ എന്ത് പ്രോസസ്സും നമ്മൾ പറയുമ്പോൾ അത് എവിടെയാണ് അതിന്റെ ഒരു ലൊക്കേഷൻ, ആ ഒരു പ്രോസസ്സിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ആ ഇമ്പോർട്ടൻറ്റ് നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാവുന്ന ആ പ്രോസസ്സ് നടക്കുന്നത് ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ്. ഈ ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഈ ഒരു ട്യൂബ് കണ്ടോ, നമ്മുടെ യൂട്രസിന്റെ കൈ പോണക്കിരിക്കുന്ന ഭാഗം. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതല്ലേ? അപ്പം ആ കൈ പോണക്കിരിക്കുന്ന ഫലോപ്പിയൻ ട്യൂബിനെ നമ്മൾ ഓവി ഡക്റ്റ് എന്നും പറയും. എന്തുവാണ്? ഓവം വരുന്ന ഡക്റ്റ് വഴി ഓവി ഡക്റ്റ് എന്നും പറയും. അപ്പം ഫലോപ്പിയൻ ട്യൂബിനകത്ത് വെച്ചാണ് പിന്നെ ഈ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അപ്പം ആ ബേസിക് പ്രോസസ് ആദ്യം ഞാൻ വെറുതെ സിമ്പിൾ ആയിട്ടൊന്ന് പറയാം, പിന്നെ നമുക്ക് അതിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണാം. ഓക്കെ, എന്താണ് കുറേ സ്പേംസ് എന്താ ചെയ്യുക? ഇജാക്കുലേറ്റ് ചെയ്ത് വജൈനയിൽ എത്തും. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇങ്ങനെ സെർവിക്സ് വഴി യൂട്ടറസ് വഴി ഇങ്ങോട്ട് വന്ന് കുറച്ച് ഈ ഫെലോപ്പിയൻ ട്യൂബിലോട്ട് പോകുമായിരിക്കും. കുറച്ച് ഈ സൈഡിലെ ഫെലോപ്പിയൻ ട്യൂബിലോട്ട് പോകുമ്പോൾ കാണാം ദാ ഇവിടെ നിൽക്കുന്നു നമ്മുടെ ഓവത്തിന് അപ്പൊ പറയുന്ന പേരെന്താണ്? സെക്കൻഡറി ഊസൈറ്റ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ഒക്കെ വീഡിയോയിലൊക്കെ പഠിച്ചതാണ്. കാരണം എന്താണ് സെക്കൻഡറി യൂസൈറ്റ് എന്ന് പറയാൻ കാരണം? ഇത് മിയോസിസ് 2 മെറ്റാഫേസ് 2 വന്ന് അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. മിയോസിസ് 2 കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സെക്കൻഡറി ഊസൈറ്റിനെ പറയത്തുള്ളൂ. അപ്പം ഇവിടെ വന്നിട്ട് ഈ സ്പേമും എഗ്ഗൂടെ ഫ്യൂസ് ചെയ്യുമ്പോൾ കുറേ സ്പേംസ്, ഒരെണ്ണം മാത്രമല്ല വരുന്നേ. അത് ഞാൻ ഇങ്ങോട്ടെടുത്ത് വരയ്ക്കാം. ഇപ്പൊ ഇത് ഓവമാണ്. ഇപ്പൊ കുറേ സ്പേംസ് വന്നിട്ട് ഇതിനെ ചുറ്റും വലയം ചെയ്യേ. പക്ഷേ എന്തൊക്കെയോ ചില പ്രോസസ് ചേഞ്ചസ് നടന്നത് കൊണ്ട് ഒരെണ്ണം മാത്രമേ ഇതിന്റെ ഉള്ളിലേക്ക് എൻ്റർ ആവത്തുള്ളൂ. ഇതിന്റെ പ്രധാനമായിട്ട് ഇതിന്റെ ന്യൂക്ലിയസ് ആണ് എൻ്റർ ആവുന്നത്. മനസ്സിലായോ? കാണാമല്ലോ അല്ലെ? ന്യൂക്ലിയസ് എൻ്റർ ആയി. ഇപ്പൊ ന്യൂക്ലിയസ് എൻ്റർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്ത് പറ്റും? ഇവിടെ ഈ മെറ്റാഫേസ് 2 അറസ്റ്റ് ചെയ്തിരുന്ന നമ്മുടെ എഗ് ബാക്കി മിയോസിസ് പ്രോസസ് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ എന്താവുമാ? എഗ് നമുക്ക് അതിനെ വിളിക്കാം. ആ ടൈമില് ന്യൂക്ലിയസിന്റെ രണ്ടിന്റെയും, എഗിന്റെ ന്യൂക്ലിയസും ഇവിടെ വരയ്ക്കട്ടെ, എഗിന്റെ ന്യൂക്ലിയസും അതായത് മിയോസിസ് 2 കംപ്ലീറ്റ് ആയ എഗിന്റെ ന്യൂക്ലിയസും സ്പേമിന്റെ ന്യൂക്ലിയസും കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? സൈഗോട്ട്. ആ പ്രോസസ് ആണ് ഫെർട്ടിലൈസേഷൻ. ഇതാണ് ബേസിക്. ഇനി നമുക്ക് പടിയായിട്ട് അതിനകത്ത് ഓരോ സ്റ്റെപ്സും ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിലെ ഫെർട്ടിലൈസേഷൻ കുറേ സ്റ്റെപ്സ്
വഴിയാണ് നടക്കുന്നത്. ആ സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസും ഫിസിക്കൽ ഇവൻസും ഒക്കെ നടക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ അക്രോസോമൽ റിയാക്ഷൻ. അപ്പോൾ എന്താ ഈ അക്രോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അക്രോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്പേം എടുക്കുകയാണെങ്കിൽ സ്പേമിൻ്റെ ഹെഡിൽ ഇവിടെ ഒരു സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഒറ്റ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നിറച്ച് എൻസൈംസ് ആണ്. ആ സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് എൻസൈം റിച്ച് സ്ട്രക്ചറിനെയാണ് പറയുന്നത് അക്രോസോം എന്ന് പറയുന്നത്. ഈ എൻസൈംസ് ആണ് സ്പേമിനെ എഗ്ഗിന്റെ മെംബ്രെയിനുമായിട്ട് ഫ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അക്രോസോം എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അക്രോസോമൽ റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞത് കണക്ക് ഇപ്പം ഇത് യൂട്ടറസ് ദെൻ ഫെലോപ്പിയൻ ട്യൂബ്. അപ്പോൾ ഇവിടെ എത്തിയ സ്പേം എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇതിന് ചില ഇതിന് ചില മോഡിഫിക്കേഷൻസ് നടക്കും. ഈ എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യാൻ കേപ്പബിൾ ആക്കും ഈ സ്പേമിനെ. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് കപ്പാസിറ്റേഷൻ. ആ വേർഡ് ഒന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. കപ്പാസിറ്റേഷൻ എന്ന് കേൾക്കുമ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ. ചില മോഡിഫിക്കേഷൻസ്, ചില ചേഞ്ചസ് സ്പേമിൽ ഉണ്ടാവുന്നുണ്ട് ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് കേപ്പബിൾ ടു ഫെർട്ടിലൈസ് ദാറ്റ് ഓവത്തിനെ ഫെർട്ടിലൈസ് ചെയ്യാൻ. അതിനൊരു എബിലിറ്റി വരണം. അതിനെ ഏബിളാക്കാൻ കുറേ ചേഞ്ചസ് ആ സ്പേമിൽ ഉണ്ടാവുന്നുണ്ട്. ആ പ്രോസസ്സിനെയാണ് കപ്പാസിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സ്പേം ഇൻ കപ്പാസിറ്റേഷൻ, അത് കപ്പാസിറ്റേറ്റഡ് ആയിട്ടുള്ള സ്പേം എഗ്ഗിൻ്റെ മെംബ്രെയിനുമായിട്ട് പോയി ഫ്യൂസ് ചെയ്യും. അപ്പോൾ ഫ്യൂസ് ചെയ്യാൻ ആരാ സഹായിക്കുന്നത്? അക്രോസോമൽ റിയാക്ഷനാണ്. മനസ്സിലായോ? ഇപ്പം ഒന്നുകൂടെ വരയ്ക്കാം. ഇത് സ്പേമിൻ്റെ ഹെഡ്. ഇവിടെ ആയിരുന്നല്ലോ അക്രോസോം ഇരുന്നത്. അപ്പോൾ ഫസ്റ്റ് അക്രോസോമിൻ്റെ മെംബ്രെയിൻ ഈ സ്പേമിൻ്റെ മെംബ്രെയിനുമായിട്ട് അങ്ങ് ഫ്യൂസ് ചെയ്യുമ്പം ഇതിലെ കണ്ടൻസ് പുറത്തോട്ട് റിലീസ് ചെയ്യുമ്പം ഈ സ്പേമിൻ്റെ മെംബ്രെയിൻ എഗ്ഗിൻ്റെ മെംബ്രെയിനുമായിട്ട് ഫ്യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. ഈ കണ്ടന്റ് എഗ്ഗിലേക്ക് റിലീസ് ചെയ്യാം. അപ്പം എഗ്ഗിൻ്റെ മെംബ്രെയിനെ ഡിസോൾവ് ചെയ്തിട്ട് സ്പേമിലെ കണ്ടൻസ് എഗ്ഗിലേക്ക് എൻട്രി ചെയ്യിക്കാനും പറ്റും ഈ ഒരു റിയാക്ഷൻ, അക്രോസോമൽ റിയാക്ഷൻ. സ്പേം ലൈസിൻ എന്ന് പറയുന്ന ചില കെമിക്കൽസ് ആണ് മെയിനായിട്ടും ഈ അക്രോസോം എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് റിലീസ് ചെയ്തിട്ട് സ്പേമിനെ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇനി അടുത്ത ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫ്യൂഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ചാൻസ് ഇല്ലേ വേറൊരു സ്പേം വന്നിട്ട് വേണമെങ്കിൽ ഇനിയും എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തുകൂടെ? അതപ്പോൾ നമുക്ക് ഒഴിവാക്കണം. ഒരൊറ്റ ന്യൂക്ലിയസ് മാത്രമേ അകത്ത് കയറാവുള്ളൂ ഫെർട്ടിലൈസ്. ദാറ്റ് ഈസ് എ നോർമൽ പ്രോസസ്സ്. അപ്പോൾ അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? രണ്ട് സ്റ്റെപ്പിലൂടെയാണ്. ഒരു ഫാസ്റ്റ് ബ്ലോക്ക്, ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്പേം എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ എഗ്ഗിൻ്റെ മെംബ്രെയിനിൽ കുറേ സോഡിയം ചാനൽസ് ഓപ്പൺ ചെയ്യും. എന്നിട്ട് സോഡിയം അയോൺസ് ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യും. നമുക്കറിയാം ഒരു മെംബ്രെയിൻ്റെ നോർമലി അതിൻ്റെ പൊട്ടൻഷ്യൽ നോർമൽ സ്റ്റേജിൽ ഔട്ട്സൈഡ് പോസിറ്റീവും ഇൻസൈഡ് നെഗറ്റീവുമാണ് നോർമലി. അപ്പോൾ ഇങ്ങനെ കൂടുതൽ സോഡിയം ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ അകത്തെ നെഗറ്റിവിറ്റിക്ക് ഒരു കുറവ് വരും. അപ്പോൾ അതിനെ ഡീപോളറൈസ്ഡ് സ്റ്റേജ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഡീപോളറൈസ്ഡ് സ്റ്റേജിലേക്ക് വരും ഈ എഗ്ഗിൻ്റെ മെംബ്രെയിൻ. എപ്പോൾ? ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ഈ സ്പേം ഇതുമായിട്ട് ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ. അങ്ങനെ ഡീപോളറൈസ്ഡ് ആയി നിൽക്കുന്ന ഒരു എഗ്ഗിൽ പിന്നെ സെക്കൻഡായിട്ട് ഒരു സ്പേമിന് വന്ന് ഫ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ദിസ് ഇസ് ദ ഫസ്റ്റ് ആൻഡ് ഇൻസ്റ്റന്റ് ആൻഡ് ഇമീഡിയറ്റ് സ്റ്റെപ്പ് ടു പ്രിവെന്റ് പോളിസ്പെർമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സ്പേം വന്ന് ഫ്യൂസ് ചെയ്യുന്നത് ഇത് ഇങ്ങനെയാണ് ആദ്യം ഇമീഡിയറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യുന്നത്. ഇതിനോടൊപ്പം നമുക്ക് വേറെ ചില കാര്യങ്ങളൂടെ പറയണം. അക്രോസോം റിയാക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില അയോൺസ് ഉണ്ട്. അതേപോലെ കാൽസ്യം അയോൺസ്, പിന്നെ ഒപ്റ്റിമം ടെമ്പറേച്ചർ, ഇതെല്ലാം അക്രോസോം റിയാക്ഷൻ നന്നായിട്ട് നടക്കാൻ
ടെമ്പറേച്ചർ, ഒപ്റ്റിമം pH, ഇതെല്ലാം വെച്ചാൽ ഒരു പ്രത്യേക ടെമ്പറേച്ചർ, ഒരു പ്രത്യേക pH ഒക്കെ വന്നാലേ ഈ അക്രോസോം റിയാക്ഷൻ നടക്കുകയുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഈ കാൽസ്യത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്പേമിന്റെ ഹെഡുമായിട്ട് ഈ അക്രോസോമിന്റെ മെമ്പറൈൻ ഫ്യൂസ് ചെയ്യാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത് ഈ കാൽസ്യം അയോൺസ് ആണ്. കാൽസ്യം, അതേപോലെ മാഗ്നീഷ്യം ഒക്കെ. അപ്പം ഇതൊക്കെ ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അയോൺസും അതിന്റെ ഒപ്റ്റിമം കണ്ടീഷൻസും ഒക്കെയാണ്. അപ്പം ഇത്രയാണ് അക്രോസോമൽ റിയാക്ഷൻ. മനസ്സിലായോ? അപ്പോൾ സ്പേമിന്റെ മെമ്പറൈൻ വന്ന് ഫ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് ഹെൽപ്പ് ചെയ്തത് അക്രോസോം റിയാക്ഷൻ ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് കോർട്ടിക്കൽ റിയാക്ഷൻ. എവിടുത്തെ കോർട്ടെക്സ്? എഗ്ഗിന്റെ കോർട്ടെക്സിൽ എന്തോ ചില റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. നമുക്കറിയാം എഗ് എന്ന് പറയുമ്പോൾ സ്പെറിക്കൽ സ്ട്രക്ചറാണ്, കുറേ മെംബ്രെയിൻസ് ഉണ്ട്. എഗ്ഗിന്റെ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, വിറ്റലൈൻ മെംബ്രെയിൻ ഉണ്ട്, സോണ പെലൂസിഡ ഉണ്ട്, കൊറോണ റേഡിയേറ്റ ഉണ്ട്. അപ്പം ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ഫോമർ വീഡിയോസിൽ. അതുകൊണ്ട് ഇപ്പം അതിലേക്കൊന്നും ഇപ്പം പോകുന്നില്ല. കോർട്ടിക്കൽ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ എഗ്ഗ്. അതിൻ്റെ ന്യൂക്ലിയസ് ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, പിന്നെ ഇതിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, പിന്നെ ഈ യെല്ലോ കളറിലുള്ളതാണ് സോണ പെലൂസിഡ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു നോൺ സെല്ലുലാർ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെംബ്രെയിനാണ്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ കൊറോണ റേഡിയേറ്റ ഉണ്ട്. അപ്പം ഇതാണല്ലോ ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞത്. അപ്പോൾ ഈ കോർട്ടിക്കൽ റിയാക്ഷൻ എന്താണ്? എഗ്ഗിന്റെ കോർട്ടെക്സിൽ എന്തോ ഒരു റിയാക്ഷൻ നടക്കുന്നു. എഗ്ഗിന്റെ കോർട്ടെക്സിൽ കുറേ ഗ്രാന്യൂൾസ് ഉണ്ട്. അതിന്റെ പേരാണ് കോർട്ടിക്കൽ ഗ്രാന്യൂൾസ്. ഈ കോർട്ടിക്കൽ ഗ്രാന്യൂൾസിനകത്തെല്ലാം എൻസൈംസ് ആണ്. അപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ഈ കോർട്ടിക്കൽ ഗ്രാന്യൂൾസ് എല്ലാം അവിടെ പോയിട്ട് എഗ്ഗിന്റെ പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോൾ ഈ കണ്ടൻസ് ഇവിടോട്ട് റിലീസ് ചെയ്തുകൂടെ സോണ പെലൂസിഡയിലേക്ക്. അങ്ങനെ ഈ കോർട്ടിക്കൽ ഗ്രാന്യൂൾസ് എല്ലാം ഇതിന്റെ കണ്ടൻസ് എങ്ങോട്ട് റിലീസ് ചെയ്യും? പിന്നെ വിറ്റലൈൻ സ്പേസിലേക്ക് റിലീസ് ചെയ്യും, സോണ പെലൂസിഡയിലെത്തും. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോണ പെലൂസിഡ അങ്ങ് ഹാർഡൻ ആവും, കട്ടി കൂടും. എന്തിനു വേണ്ടി? ഇതാണ് ഒരു പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ. എന്ത് പ്രിവെന്റ് ചെയ്യാൻ? പോളിസ്പേമി പ്രിവെന്റ് ചെയ്യാൻ. രണ്ടാമതൊരു സ്പേമിന് പിന്നീട് ഒരു രക്ഷയില്ല, പിന്നെ അങ്ങോട്ട് കയറി ഫ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ആ കോട്ട വാതിൽ അടച്ചു, ഭയങ്കര കട്ടിയുള്ള ഒരു ഷെല്ലായിട്ട് മാറും സോണ പെലൂസിഡ. എന്തുകൊണ്ട്? ഈ കോർട്ടിക്കൽ ഗ്രാന്യൂൾസിലെ എൻസൈംസ് ഇങ്ങോട്ട് റിലീസ് ചെയ്തു. അപ്പം ആ റിലീസ് ഉണ്ടായ എൻസൈംസിന്റെ ആക്ഷൻ കൊണ്ട് ഒരു കെമിക്കൽ ചേഞ്ച് സോണ പെലൂസിഡയിൽ നടക്കും. അത് ഹാർഡൻ ആവും. പിന്നെ ഇനി സെക്കൻഡ് ആയിട്ടുള്ളൊരു സ്പേമിന് ഒരിക്കലും ആ എഗ്ഗിൻ്റെ മെംബ്രെയിനുമായിട്ട് ഫ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ദിസ് ഈസ് എ പെർമനൻറ്റ് സൊല്യൂഷൻ. അപ്പം ഇമീഡിയറ്റ് ആയിട്ടുള്ള ഒരു പ്രിവെൻഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഡീപോളറൈസേഷനിൽ കൂടെ. അപ്പം ഈ രണ്ടാമത്തെ ഈ ഒരു മെത്തേഡ് വഴിയാണ് പെർമനൻ്റ് ആയിട്ട് പോളിസ്പെർമി ഓവം തടയുന്നത്. അതിന് സഹായിക്കുന്നത് കോർട്ടിക്കൽ റിയാക്ഷനാണ്. അപ്പോൾ കോർട്ടിക്കൽ റിയാക്ഷൻ്റെ ഉദ്ദേശം പോളിസ്പെർമി പെർമനൻ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പം സൂൺ ആഫ്റ്റർ ദ ഫ്യൂഷൻ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ oocyte കോർട്ടിക്കൽ റിയാക്ഷൻസ് വരും. കോർട്ടിക്കൽ റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് കോർട്ടിക്കൽ ഗ്രാന്യൂൾസ് എഗ്ഗിൻ്റെ പ്ലാസ്മ മെംബ്രെയിനോട് അടുത്ത് ഇവിടെ കാണുന്ന കോർട്ടിക്കൽ ഗ്രാന്യൂൾസ് പോയി എഗ്ഗിൻ്റെ പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് ഫ്യൂസ് ചെയ്യും. കോർട്ടിക്കൽ എൻസൈംസ് റിലീസ് ചെയ്യും ബിറ്റ്വീൻ എഗ്ഗിൻ്റെ പ്ലാസ്മ മെംബ്രെയിനും സോണ പെലൂസിഡയുടെ ഇടയ്ക്കായിട്ട് റിലീസ് ചെയ്യും. അപ്പോൾ റിലീസ് ചെയ്യും. അപ്പോൾ ആ എൻസൈംസിൻ്റെ ഇൻഫ്ലുവൻസിൽ സോണ പെലൂസിഡ ഹാർഡൻ ആവും by the help of that cortical enzyme, and by that way it permanently block polyspermy എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ പറയാം, ഒന്നിൽ കൂടുതൽ സ്പേമിന്, അതായത് രണ്ടാമത് ഇനി ഒരു സ്പേമിന് വന്ന് ഒരു കാരണവശാലും അതിൻ്റെ മെംബ്രെയിനുമായിട്ട് ഫ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ദാറ്റ് ഈസ് കോർട്ടിക്കൽ റിയാക്ഷൻ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്പേം എൻട്രി ആണ് കേട്ടോ. അപ്പോൾ കോർട്ടിക്കൽ റിയാക്ഷൻ നടന്നു. പിന്നെ ഈ സെക്കൻഡ് ഒരു സ്പേമിൻ്റെ എൻട്രി എല്ലാം ഓവം പെർഫെക്റ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ആ സ്പേമിൻ്റെ എൻട്രി അതിൻ്റെ ആ പോയിന്റ് എവിടെ കൂടെയാണ്, ഏത് പോയിന്റിൽ കൂടിയാണ് പിന്നെ ദാറ്റ് സ്പേം ഈസ് എൻറ്ററിങ്
ദാറ്റ് എഗ്. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അവിടെ ഒരു പ്രത്യേകത ഉണ്ടാവും. അപ്പോൾ ഈ പിക്ചർ നോക്കുമ്പോൾ അറിയാം, സ്പേം കണ്ടോ? അപ്പം ഈ ഇതുണ്ട്, കൊറോണ റേഡിയേറ്റൊക്കെ ക്രോസ് ചെയ്ത് സോണോ പെല്ലൂസിനെയൊക്കെ ക്രോസ് ചെയ്ത് എഗ്ഗിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ്റെ അടുത്ത് വരും. കണ്ടോ? എഗ്ഗിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ്റെ അടുത്ത് വരുമ്പോൾ ആ പ്ലാസ്മ മെംബ്രെയിൻ കണ്ടില്ലേ, നമ്മളിങ്ങനെ സിപ്പ് ചെയ്തെടുക്കത്തക്ക രീതി, അങ്ങനെ ഒരു അതിനെ എത്തിപ്പിടിക്കുന്ന ഉണക്ക് ഒരു കോൺ ഷേപ്ഡ് ഒരു പ്രൊജക്ഷൻ പോണക്ക് കാണിക്കുക. ആ ഒരു പോയിന്റിൽ കൂടിയാണ് എന്ത് എൻ്റർ ചെയ്യുന്നത്? സ്പേം എൻ്റർ ചെയ്യുന്നത്. ഇപ്പം മനസ്സിലായോ? സ്പേം ഇങ്ങനെ ഈ ലേയേഴ്സ് എല്ലാം കടന്ന് എഗ്ഗിൻ്റെ പ്ലാസ്മ മെംബ്രെയിനിലെത്തുമ്പോൾ ആ പ്ലാസ്മ മെംബ്രെയിൻ ആ സ്പേമിനെ അതിനെ അങ്ങോട്ട് എന്തുവാ ഒന്ന് സ്വാഗതം ചെയ്യാൻ, അതിനെ എത്തിപ്പിടിക്കാൻ ഒരു കോൺ പോണക്ക് ഉണ്ടോ, അങ്ങനെയാവും. അതിനെയാണ് കോൺ ഓഫ് റിസപ്ഷൻ എന്ന് പറയുന്നത്. കോൺ ഓഫ് റിസപ്ഷൻ ഒരു പ്രൊജക്ഷൻ ആണതല്ലേ, കണ്ടോ? ആ പ്രൊജക്ഷൻ പോയിന്റ് നോക്കി നമുക്ക് മനസ്സിലാവും ഏത് പോയിന്റിൽ കൂടിയാണ് സ്പേം എഗ്ഗിലേക്ക് എൻ്റർ ചെയ്യുന്നതെന്ന്. ഓക്കെ, അതാണ് സ്പേം എൻട്രി. മനസ്സിലായല്ലോ? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാരിയോഗമിയാണ്. കാരിയോഗമി എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതിന് മുമ്പ് ഇപ്പോൾ ഇത് നമ്മുടെ ഓവമാണ്. ഓവത്തിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ ഇവിടെ കാണാം. പ്ലാസ്മ മെംബ്രെയിൻ ഈ പോയിന്റിലാണ് നമ്മുടെ സ്പേം എൻ്റർ ചെയ്യുന്നത്. അപ്പം സ്പേം ഇതിനകത്തോട്ട് എൻ്റർ ചെയ്യാൻ തുടങ്ങുമ്പോൾ അപ്പം ഈ ഓവത്തിനകത്തൊരു ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസ് ഇപ്പോഴും എന്ത് കണ്ടീഷനാണ്? ഡിപ്ലോയിഡ് കണ്ടീഷനാണ്. കാരണം നമുക്കറിയാം ഇത് മിയോസിസ് 2ൻ്റെ മെറ്റാഫേസിൽ വന്ന് അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. മെറ്റാഫേസ് 2ൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇത് എന്തായിട്ടിരിക്കുന്നത്? ഡിപ്ലോയിഡ് ആയിട്ടിരിക്കുന്നത്. അപ്പം ഈ സ്പേം അങ്ങോട്ട് എൻ്റർ ചെയ്ത് തുടങ്ങുമ്പോൾ ഈ എഗ്ഗിൻ്റെ ന്യൂക്ലിയസ് ബാക്കി ബാക്കി സ്റ്റെപ്സ് മിയോസിസിൻ്റെ ബാക്കി, അതായത് ഏതൊക്കെയാണ്? മെറ്റാഫേസ് കഴിഞ്ഞാൽ ആനാഫേസ്, ടീലോഫേസ്. ആനാഫേസ് 2ഉം ടീലോഫേസ് 2ഉം കംപ്ലീറ്റ് ചെയ്ത് എന്താവും? ഡിപ്ലോയിഡിന് പകരം ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ആയിട്ട് മാറും. അപ്പം ഈ സ്പേമിൻ്റെ എൻ്റർ സ്ട്രക്ചർ ഇതിനകത്ത് എൻ്റർ ചെയ്യുന്നില്ല. പകരം സ്പേമിൻ്റെ ന്യൂക്ലിയസ് മാത്രമേ എൻ്റർ ചെയ്യത്തുള്ളൂ. അതൊരു ഹാപ്ലോയിഡ് ആണ്. കൂടെ അതിൻ്റെ കൂടെ മൈറ്റോകോൺട്രിയും ഗോൾജിയൊക്കെ എൻ്റർ ചെയ്യും. ബാക്കി പോർഷൻസ് എല്ലാം ഡീജനറേറ്റ് ചെയ്തു പോകും. അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ ഓവത്തിൻ്റെ കൂടെ ഓവം മിയോസിസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഓവോ ഉണ്ടാവും, സെക്കൻഡറി പോളാർ ബോഡി ഉണ്ടാവുന്നുണ്ടേ. സെക്കൻഡറി പോളാർ ബോഡി. അപ്പോൾ ഈ സ്പേമിൻ്റെ ബാക്കി പോർഷൻ ഡീജനറേറ്റ് ചെയ്ത് പോകുമ്പം ഈ സെക്കൻഡറി പോളാർ ബോഡി ഡീജനറേറ്റ് ചെയ്ത് പോകും. ഈ പോളാർ ബോഡീസ് ആണ് നറിഷ്മെൻറ്റ് കൊടുക്കുന്നത് കേട്ടോ, ഓവത്തിനൊക്കെ. എന്നിട്ട് ഇനി ഈ ന്യൂക്ലിയസിന് പേര് പറയും, പ്രത്യേകം പേരുണ്ട്. ഈ എഗ്ഗിൻ്റെ ന്യൂക്ലിയസിന് പറയും ഫീമെയിൽ പ്രോ ന്യൂക്ലിയ എന്ന് പറയും. സ്പേമിന്ന് വന്നതിന് മെയിൽ പ്രോ ന്യൂക്ലിയ. എന്നിട്ട് ഇത് രണ്ടും കൂടെ അങ്ങ് ഫ്യൂസ് ചെയ്യും. ഫ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇൻഡിവിജ്വൽ മെംബ്രെയിൻ അങ്ങ് ഡിസോൾവ് ചെയ്തിട്ടാണ് ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നത്? ഒരു സൈഗോട്ട്. എന്താ സൈഗോട്ട്? അപ്പോൾ ഈ ഫ്യൂഷൻ മെയിൽ പ്രോന്യൂക്ലിയസിൻ്റെയും ഫീമെയിൽ പ്രോന്യൂക്ലിയസിൻ്റെയും ഫ്യൂഷന് പറയുന്ന പേരാണ് കാരിയോഗമി. അപ്പോൾ ആ ഫ്യൂഷൻ നടക്കുമ്പോൾ നമുക്ക് പറയാം ദാറ്റ് എഗ് ഈസ് ഫെർട്ടിലൈസ്ഡ് ആയി എന്ന് പറയാം. ഫെർട്ടിലൈസ്ഡ് ആയിട്ട് അതെന്തായിട്ട് മാറും? സൈഗോട്ടായിട്ട്. ഓക്കേ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്പേം എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ മിയോട്ടിക് ഡിവിഷൻ ഈ ഓവത്തിൽ ന്യൂക്ലിയസ് കംപ്ലീറ്റ് ചെയ്യും. ബാക്കി സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓവം ഹാപ്ലോയിഡ് ആവും. ഒപ്പം എന്താണ്? സെക്കൻഡ് പോളാർ ബോഡി ഫോം ചെയ്യും. അതുകൊണ്ട് സ്പേം ഇതിനകത്ത് എഗ്ഗിനകത്തോട്ട് എൻ്റർ ചെയ്യുമ്പോൾ സ്പേമിൻ്റെ എൻ്റെ സ്ട്രക്ചറും എൻ്റർ ചെയ്യത്തില്ല. അതിൻ്റെ ന്യൂക്ലിയസ് ഡിറ്റാച്ച് ചെയ്യും, ചില ഓർഗനൽസും. അപ്പോൾ ആ ന്യൂക്ലിയസിനെ മെയിൽ പ്രോ ന്യൂക്ലിയസ് എന്ന് പറയും. ബാക്കി പോർഷൻസ് ഡീജനറേറ്റ് ചെയ്യും സ്പേമിൻ്റെ. ഒപ്പം സെക്കൻഡ് പോളാർ ബോഡിയും ഡീജനറേറ്റ് ചെയ്യും. അപ്പം ഓവത്തിൻ്റെ ന്യൂക്ലിയസിന് പറയുന്നത് ഫീമെയിൽ പ്രോ ന്യൂക്ലിയ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ കാരിയോഗമി എന്ന് പറയും. അപ്പോൾ അതിൽ നിന്നുണ്ടാവുന്നത് എന്താണ്? സൈഗോട്ട്.
അപ്പം മെയിൽ പ്രോന്യൂക്ലിയയും ഫീമെയിൽ പ്രോന്യൂക്ലിയയും ഫ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻഡിവിജ്വൽ മെംബ്രെയിൻസ് ഡീജനറേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഈ സ്റ്റെപ്പിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഫെർട്ടിലൈസേഷൻ്റെ സ്റ്റെപ്സ് കഴിഞ്ഞു. ഇനിയിപ്പം അതിൻ്റെ കൂടെ നമ്മൾ പറയേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഇപ്പം മെയിൽ പ്രോന്യൂക്ലിയയും ഫീമെയിൽ പ്രോന്യൂക്ലിയയും ഫ്യൂസ് ചെയ്ത് സൈഗോട്ടായി കഴിയുമ്പോൾ ആ സൈഗോട്ടിൻ്റെ ഉള്ളിൽ അതിൻ്റെ മെറ്റബോളിസം ട്രിഗേർഡ് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയസ് സെല്ലുലാർ പ്രോസസ്സ് ഒക്കെ ട്രിഗേർഡ് ആവും. കാരണം എനർജി വേണം. ഇനി അങ്ങോട്ട് സൈഗോട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്, കണ്ടിന്യൂസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ പ്രോട്ടീൻ സിന്തസിസ് ഒക്കെ കൂടും, അതിൻ്റെ സെല്ലുലാർ റെസ്പിറേഷൻ കൂടും. സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? മെറ്റബോളിസം നടന്നിട്ട് അതിൻ്റെ ഫലമായിട്ട് കെമിക്കൽ എനർജിയിൽ നിന്ന് ATP ഫോം ചെയ്യുന്നല്ലേ. അപ്പം ആ ഒരു പ്രോസസ്സ് ഒക്കെ അങ്ങോട്ട് കൂടും. അതിനാണ് ആക്ടിവേഷൻ ഓഫ് എഗ് എന്ന് പറയുന്നത്. ഇനി അത് പറയുമ്പം നമുക്ക് പറയാതെ വിടാൻ പറ്റത്തില്ല ഇംപ്ലാന്റേഷൻ എന്താണെന്ന്. ഇംപ്ലാന്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എവിടെ ഇരിക്കുക നമ്മുടെ ഓവം എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, സൈക്കോട്ട് എവിടെ ഇരിക്കുകയാണ്? അപ്പോൾ ഇത് യൂട്രസ്, ഇത് ഫെലോപ്പിയൻ ട്യൂബ്. അപ്പോൾ നമ്മുടെ സൈക്കോട്ട് എവിടെ ഇരിക്കുകയാണ്? ഫെലോപ്പിയൻ ട്യൂബിൽ ഇരിക്കുകയാണ്. അത് ആ ഫെർട്ടിലൈസേഷൻ നടന്ന് 24 മണിക്കൂർ ആകുമ്പോഴേ ഇത് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. കുറച്ച് സർട്ടൻ നമ്പർ ഓഫ് ഡിവിഷൻ കഴിയുമ്പോൾ അത് അവിടെ നിന്ന് മൂവ് ചെയ്തിട്ട് യൂട്രസിൽ വരും. യൂട്രസിൽ വന്നിട്ട് വീണ്ടും ആ ഡിവിഷൻ കണ്ടിന്യൂ ചെയ്യും. വീണ്ടും ആ നമ്പർ ഓഫ് സെൽസ്, അതിൻ്റെ എണ്ണം കൂടും. കൂടിയിട്ട് എന്ത് ചെയ്യും? ഈ യൂട്രസിനകത്തൊരു ലൈനിങ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, എൻഡോമെട്രിയൽ. അതിനകത്തോട്ട് ഇത് എംബഡ് ചെയ്യപ്പെടും. അതിനകത്തോട്ട് അറ്റാച്ച് ചെയ്യും ഈ എംബ്രിയോ. ഈ യൂട്രസിലെത്തുമ്പം ഈ സൈഗോട്ടിൻ്റെ പേര് എംബ്രിയോ എന്നാവും. കാരണം അപ്പോൾ തന്നെ കുറേ നമ്പർ ഓഫ് ഡിവിഷൻസ് കംപ്ലീറ്റ് ചെയ്ത് ഒരു സ്ട്രക്ചറായിട്ട് മാറിയോണ്ട് അതിൻ്റെ പേര് പിന്നെ എംബ്രിയോ ആണ്. എംബ്രിയോ ആ സ്റ്റേജിലാണ് ഇത് യൂട്രസിൻ്റെ എൻഡോമെട്രിയൽ ലെയറിലോട്ട് എംബഡ് ചെയ്യപ്പെടുന്നത്, അറ്റാച്ച് ചെയ്യപ്പെടുന്നത്. ആ പ്രോസസ്സിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഉണ്ടോ? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം ഡിവൈഡ് ചെയ്യും ആ സൈഗോട്ട്. എന്നിട്ട് പിന്നെ 3-4 ദിവസം കഴിയുമ്പോൾ അതിൽ നിന്ന് മാറി യൂട്രസിൽ വരും. യൂട്രസിൽ വരുമ്പോൾ അതിനെ എംബ്രിയോ എന്ന് പറയും. ഈ എംബ്രിയോ വീണ്ടും ഡിഫറെൻറ്റ് സ്റ്റേജസ് ലൂടെ കടന്നു പോയിട്ട് എൻഡോമെട്രിയൽ ലെയർ, യൂട്രസിൻ്റെ എൻഡോമെട്രിയൽ ലെയറിൽ അറ്റാച്ച് ചെയ്യും. ആ പ്രോസസ്സിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞില്ലേ, നമുക്ക് സെക്സ് ഡിറ്റർമിനേഷനോട് പറയാം. അതുകൂടെ ആവുമ്പോൾ ഈ ഒരു ഏരിയ അങ്ങ് കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇപ്പോൾ സെക്സ് ഡിറ്റർമിനേഷൻ. അപ്പോൾ നമുക്കറിയാം എഗ്ഗും സ്പേമും ഫ്യൂസ് ചെയ്തിട്ടാണല്ലോ സൈഗോട്ട് ഉണ്ടാവുന്നത്. അപ്പം ഈ എഗ്ഗ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആവണം. സ്പേമും ഹാപ്ലോയിഡ്, ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണല്ലോ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ എഗ്ഗ് വരുന്നത് ഒരു അമ്മയിൽ നിന്നാണ് അല്ലേ. അമ്മയിൽ നമുക്ക് അറിയാം 23 പെയർ ക്രോമസോംസ് ഉണ്ട്. അതുകൊണ്ടൊക്കെ അച്ഛനിലും 23 പെയർ. 23 പെയർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 22 പെയർ എന്ന് പറയുന്നത് ഓട്ടോസോംസും 1 പെയർ എന്ന് പറയുന്നത് സെക്സ് ക്രോമസോംസുമാണ് അല്ലേ. ഇവിടെ അതേ കണക്ക് തന്നെ അല്ലേ. 22 പെയർ എന്ന് പറയുന്നത് ഓട്ടോസോംസും 1 പെയർ എന്ന് പറയുന്നത് സെക്സ് ക്രോമസോമും ആയിരിക്കും ആണല്ലോ. അപ്പോൾ നമുക്കിപ്പം സെക്സ് ഡിറ്റർമിനേഷൻ ആയതുകൊണ്ട് സെക്സ് ക്രോമസോംസിൻ്റെ കാര്യം മാത്രം നമുക്ക് നോക്കാം. ഫീമെയിലിൽ 1 പെയർ എന്ന് പറയുന്നത് XX ആണല്ലോ. മെയിലിലെ ആ 1 പെയർ എന്ന് പറയുന്നത് XY. കാരണം XY ആണ് ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിൽ സെക്സ് ഡിറ്റർമിനൻ. അതിൻ്റെ മെയിൽനെസ് എന്ന് പറയുന്നത് XY, ഹെട്രോസൈഗോസിറ്റി ആണ്. പിന്നെ ഫീമെയിൽസ് എന്ന് പറയുമ്പോൾ ഹോമോസൈഗോസിറ്റി ആണ്, XX. അപ്പോൾ ഇതിൽ നിന്ന് എഗ് ഉണ്ടാകുമ്പം, ഹാപ്ലോയിഡ് ആകുമ്പം ഇതിനകത്ത് 22 ഓട്ടോസോമും വരും. സെക്സ് ക്രോമസോം ഏത് മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ? X. കാരണം Xേ ഉള്ളൂ ഇവിടെ അല്ലേ. അപ്പം ഇതിനകത്ത് വരുന്ന സെക്സ് ക്രോമസോം ഏതായിരിക്കും? Xേ ഉള്ളൂ. പക്ഷേ സ്പേം നോക്കുമ്പോൾ അത് ഹെട്രോസൈഗസ് ആണ്.
സ്പേമിനകത്ത് വേണമെങ്കിൽ എക്സ് വേണമെങ്കിലും വരാം, വൈ ഉള്ള സ്പേം വേണമെങ്കിലും വരാം. മനസ്സിലായോ വ്യത്യാസം? അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ സപ്പോസ് എക്സ് എന്ന് പറയുന്ന സെക്സ് ക്രോമസോം ക്യാരി ചെയ്യുന്ന സ്പേമാണ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? കുഞ്ഞ് ഫീമെയിൽ ആയിരിക്കും. ഇനി വന്ന സ്പേമിനകത്ത് എക്സ് ക്രോമസോം അല്ല വൈ ക്രോമസോം ആണുണ്ടെങ്കിൽ എക്സ് വൈ കുഞ്ഞ് എന്താവും? മെയിലാവും. അപ്പം ആരാണ് മെയിൻ ഫാക്ടർ കുട്ടി ആണാവണോ പെണ്ണാവണോ എന്ന് തീരുമാനിക്കുന്നത്? മെയിലിൽ നിന്ന് വന്ന സ്പേമിന്റെ ജനറ്റിക് കോമ്പോസിഷൻ ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത് കുട്ടി ആണാവണോ പെണ്ണാവണോ എന്നുള്ളത്. സോ ദാറ്റ് ഈസ് എക്സ് ഡിറ്റർമിനേഷൻ. സോ ഫാദർ ഡിറ്റർമിൻസ് ദ സെക്സ് ഓഫ് ദി ചൈൽഡ്. ദാറ്റ് ഈസ് ഇഫ് ദ സ്പേം ക്യാരീസ് വൈ ക്രോമസോം ദ ചൈൽഡ് ബോയ് ആവും. എക്സ് ക്രോമസോം ഉള്ള സ്പേമാണ് വന്നെങ്കിൽ കുട്ടി പെൺകുട്ടിയാവും. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് സെക്സ് ഡിറ്റർമിനേഷൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫെർട്ടിലൈസേഷനും ഇംപ്ലാന്റേഷനും സെക്സ് ഡിറ്റർമിനേഷനും it appears very clear to you. അപ്പോൾ we can wind up today's class. Thank you. I'm an icon, man. My girl about a 10. I should fuck her in a Benz.